അന്യഗ്രഹ ജീവികൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു രൂപമുണ്ട്. പച്ച നിറത്തിൽ വലിയ തലയും നീളമുള്ള കൈകാലുകളുമൊക്കെയായി. എന്നാൽ ബയോളജിസ്റ്റായ ഡോക്ടർ സ്കോട്ട് സോളമൻ പറയുന്നത് മനുഷ്യർ ചൊവ്വയിൽ സ്ഥിരതാമസമാക്കിയാൽ നമ്മുടെ ശരീരവും പരിണാമം സംഭവിച്ച് ഏലിയൻ രൂപത്തിലാകുമെന്നാണ്. ഫ്യൂച്ചർ ഹ്യൂമൻസ് ഇൻസൈഡ് ദി സയൻസ് ഓഫ് അവർ കണ്ടിന്യൂയിങ് എവല്യൂഷൻ എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ഇതേപ്പറ്റി വിവരിച്ചത്. ചൊവ്വയിൽ മനുഷ്യർക്ക് കോളനി നിർമ്മിക്കാൻ ശാസ്ത്രജ്ഞർ കൂറ്റൻ ബഹിരാകാശ വാഹനങ്ങളും മനുഷ്യർക്ക് അനുയോജ്യമായ രീതിയിൽ ജീവിത രീതിക്കുതകുന്ന മാർഗങ്ങളും ഒരുക്കുന്നതിനുള്ള ദൗത്യത്തിലാണ്. എലോൺ മസ്ക് ആണെങ്കിൽ വെറും 4 വർഷത്തിനുള്ളിൽ മനുഷ്യരെ ചൊവ്വയിലെത്തിക്കുമെന്ന പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട്. ഇതുവരെ 6 പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള സ്പേസ് എക്സിന്റെ മെഗാ സംരംഭമായ സ്റ്റാർഷിപ്പിലാണ് ആളുകളെ ചുവന്ന ഗ്രഹത്തിലേക്ക് അയക്കാൻ ഇലോൺ മസ്ക് പദ്ധതിയിടുന്നത്. എന്നാൽ മനുഷ്യൻ അങ്ങനെ ചൊവ്വയിലെത്തിയാൽ ഭൂമിയിലേതുപോലെ അവിടെ അതിജീവനം സാധ്യമാകുമോ? ചൊവ്വയിലുള്ള തീവ്രമായ വികിരണങ്ങളിൽ നിന്നും കഠിനമായ അന്തരീക്ഷത്തിൽ നിന്നും മനുഷ്യനെ സംരക്ഷിക്കാൻ നമ്മുടെ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കുമോ? ഈ വിഷയങ്ങളിൽ നടത്തിയ തന്റെ പഠനഫലങ്ങളാണ് ഡോക്ടർ സ്കോട്ട് സോളമൻ ഫ്യൂച്ചർ ഹ്യൂമൻസ് ഇൻസൈഡ് ദി സയൻസ് ഓഫ് അവർ കണ്ടിന്യൂയിങ് എവല്യൂഷൻ എന്ന പുസ്തകത്തിൽ ചേർത്തിരിക്കുന്നത്. മനുഷ്യർ യഥാർത്ഥത്തിൽ ചൊവ്വയിലെത്തിയാൽ പാർപ്പിടവും ഉചിതമായ ശ്വസന ഇടങ്ങളും ഒരു വെല്ലുവിളിയാകും. അതിനാൽ അടുത്ത ദശാബ്ദത്തിന്റെ അവസാനത്തിന് മുമ്പ് അതൊരിക്കലും സംഭവിക്കുമെന്ന് നാസ കരുതുന്നില്ലെങ്കിലും മസ്ക് ഉടൻ തന്നെ അത് ചെയ്യുമെന്നാണ് പറയുന്നത്. എന്നാൽ പ്രശ്നങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല. ചൊവ്വയിൽ ജീവിക്കുന്നത് സങ്കല്പിക്കാനാവാത്ത വിധത്തിൽ മനുഷ്യ ശരീരത്തിൽ മാറ്റം വരുത്തുമെന്ന കാര്യത്തിൽ ശാസ്ത്രജ്ഞർ ആശങ്കാകുലരാണ്. ചൊവ്വയിൽ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയാൽ മനുഷ്യ ശരീരം പരിണാമപരമായ മാറ്റങ്ങൾക്ക് വിധേയമാകുമെന്ന് ഡോക്ടർ സോളമൻ പറയുന്നു. ചുവന്ന ഗ്രഹത്തിൽ സ്ഥിരതാമസമാക്കുന്ന മനുഷ്യരുടെ പിൻഗാമികളിൽ സംഭവിക്കാനിടയുള്ള മാറ്റങ്ങൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അന്യഗ്രഹ ജീവികൾ എങ്ങനെയായിരിക്കുമെന്ന് നാം പണ്ടേ കരുതിയിരുന്നത് പോലെ തന്നെയാകും മനുഷ്യരിലുണ്ടാകുന്ന മാറ്റം. അവർ പച്ച നിറത്തിൽ ദുർബല ശരീരത്തോടു കൂടിയായിരിക്കും കാണപ്പെടുക. ചൊവ്വ ഭൂമിയേക്കാൾ ചെറുതാണ്. മാത്രമല്ല ചൊവ്വയ്ക്ക് 38% ഗുരുത്വാകർഷണവും കുറവാണ്. കൂടാതെ ചൊവ്വയിൽ കാന്തിക ക്ഷേത്രവും ഓസോൺ പാളിയുമില്ല. അത്തരമൊരു സാഹചര്യത്തിൽ കോസ്മിക് കിരണങ്ങളും ബഹിരാകാശ വികിരണങ്ങളും ചൊവ്വയിലേക്ക് കഠിനമായി തന്നെ പതിക്കും. പക്ഷേ ഈ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ മനുഷ്യർ നിർബന്ധിതരാകുമെന്നും അങ്ങനെ അവർക്ക് പുതിയ നിറം ലഭിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഒരുപക്ഷെ ഈ ഉയർന്ന വികിരണത്തിന്റെ പശ്ചാത്തലത്തിൽ ആ റേഡിയേഷനെ നേരിടാൻ നമ്മെ സഹായിക്കാൻ ചില പുതിയ തരം സ്കിൻ പിഗ്മെന്റ് തന്നെ രൂപപ്പെടും. അങ്ങനെ നമുക്ക് നമ്മുടെ സ്വന്തം പച്ച മനുഷ്യരെ ലഭിച്ചേക്കാം, സോളമൻ കൂട്ടിച്ചേർത്തു. മനുഷ്യനിൽ ഉണ്ടാകുന്ന ഇത്തരം മ്യൂട്ടേഷനുകളാണ് പച്ച ചർമ്മം വികസിപ്പിച്ചെടുക്കുന്നതിലേക്ക് നയിക്കുക. ദുർബലമായ കാഴ്ച, ബലക്കുറവുള്ള അസ്ഥികളും പേശികളും തുടങ്ങിയ മാറ്റവും ഇതിൽ ഉൾപ്പെടും. ഡോക്ടർ സ്കോട്ട് സോളമൻ വിശ്വസിക്കുന്നത് ഗുരുത്വാകർഷണത്തിന്റെ താഴ്ന്ന നില പേശികളെയും അസ്ഥികളെയും ദുർബലമാക്കും എന്നാണ്. കൂടാതെ മനുഷ്യ ശരീരത്തിൽ സ്പേസ് ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് നാസയ്ക്ക് നന്നായി അറിയാം. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ആളുകളെ അയക്കുന്നതിനുള്ള എല്ലാ ശ്രമവും അവർ നടത്തുന്നുമുണ്ട്. അതേസമയം ബഹിരാകാശ യാത്രികരെ ദീർഘനേരം ബഹിരാകാശത്ത് നിലനിർത്തുന്നത് ഓസ്റ്റിയോപെറോസിസ് വികസിപ്പിക്കുന്നതിന് കാരണമാവുകയും ചെയ്യാം. അസ്ഥിയിലെ ധാതു സാന്ദ്രത കുറഞ്ഞ് എല്ലുകൾ അസാധാരണമായി പെട്ടെന്ന് ഒടിയുകയും പൊടിയുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണിത്. പക്ഷേ ഇതൊരു വിദൂര പ്രശ്നമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കാരണം
ചൊവ്വയിലെത്തുന്ന പ്രാരംഭ മനുഷ്യർക്ക് തലമുറകളെ ഉണ്ടാക്കാൻ മാത്രം പോന്ന തരത്തിൽ ഒരു അതിജീവനം നടത്താൻ കഴിയുമെന്ന് ശാസ്ത്രലോകം ഇന്നും കരുതുന്നില്ല. ഈ കാര്യത്തിൽ മസ്കും തന്റെ നിലപാട് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ചൊവ്വയിൽ നിങ്ങൾ മരണപ്പെടാൻ നല്ല സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹവും പറഞ്ഞിട്ടുള്ളത്.